ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗാർഡൻ ഓഫ് വിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ടെറസ് ഏവിയറി ഗാർഡൻ അത്യാവശ്യം നല്ല രീതിക്ക് മുൻപോട്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ചെറിയൊരു പരീക്ഷണമാണ്. ഇത് എത്ര കണ്ട് ഇവിടെ സക്സസ് ആവുമെന്ന് അറിയില്ല. നമ്മുടെ പച്ചക്കറി കൃഷിയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്നുണ്ട്. കൂടുതലും എനിക്കിപ്പോൾ കിട്ടുന്നത് വെണ്ടയാണ്. ഒന്നിടവിട്ട് ഒരു 3-4 വെണ്ട വീതം കിട്ടുന്നുണ്ട്. അത്യാവശ്യം പല വെറൈറ്റി വെണ്ടകൾ ഇപ്പോൾ ഉണ്ട്. എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, കാരണം ഞാൻ കൃഷിയിൽ അത്ര എക്സ്പേർട്ടൊന്നുമല്ല. ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ഇതൊക്കെ മുറ്റി. അപ്പോൾ ഒന്നിടവിട്ട് ഞാൻ 2 ദിവസം വീട്ടിലില്ലായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ കിളികൾക്കൊക്കെ ഓട്ടോമാറ്റിക് ഫീഡറിൽ ഫുഡും വെള്ളമൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ അതുകൊണ്ട് തന്നെ ചെടി ചെറിയ വാട്ടം ഉണ്ടായിരുന്നു. വന്നിട്ട് എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ ഓക്കെയായി. പിന്നെ നമ്മൾ മുകളിൽ ചെറിയ ഗ്രീൻ നെറ്റ് കൊടുത്തുകൊണ്ട് ഒന്നും കരിഞ്ഞു പോയില്ല. പിന്നെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് പോലെ നമ്മുടെ പച്ചമുളകൊക്കെ അത്യാവശ്യം പൂക്കുന്നുണ്ട്. പക്ഷേ കാപിടുത്തം അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്നും വന്ന് നിൽക്കുന്ന ദിവസമെല്ലാം തട്ടിക്കൊടുത്ത് പോളിനേഷനൊക്കെ നടത്തി നോക്കുന്നു. കാരണം വലിയ കാപിടുത്തം അങ്ങനെ കുറച്ചൊക്കെ ഇപ്പം കാപിടിച്ച് തുടങ്ങി. പച്ചമുളക് കത്തിരിയൊക്കെ പൂത്തതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഒട്ടും സക്സസ് ആവാത്ത ഈ തക്കാളിയാണ്. കോല് പോലെ എന്നെക്കാല ഹൈറ്റിൽ തക്കാളി എത്തി. പക്ഷേ പൂക്കൾ വരുന്നുണ്ടെന്നല്ലാണ്ട് വലിയ കാപിടുത്തമില്ല. അപ്പം ചേച്ചി ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതി രാവിലെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തട്ടുന്നുണ്ട്. തട്ടി അവസാനം നമ്മൾ പോളിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. 1-2 തക്കാളി മാത്രം അവിടെ വളരെ കുറവുണ്ടോ, ഒരെണ്ണം കായ്ച്ചു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു പോളിനേഷൻ മാത്രമല്ല, വെയിലിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഈ മതിലിനോട് ചേർത്ത് വെച്ചിരിക്കണം. പിന്നെ മുകളിൽ ഇച്ചിരി ഗ്രീൻ നെറ്റും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇവിടെ നിന്ന് സ്ഥലം മാറ്റി കൂടുതൽ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റിയാലോ എന്നുണ്ട്. കാരണം ചിലപ്പം അവിടെ വയ്ക്കുമ്പം ഈ തക്കാളിക്ക് നല്ല വെയിൽ വേണമെന്നാണ്. അപ്പോൾ ആ ഒരു ഏരിയ സെറ്റാവാനുള്ള തക്കാളിക്കെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് സ്ഥലം മാറ്റണമെന്ന് വിചാരിക്കുന്നു. നമ്മളിങ്ങനെ ഒരു വർഷമൊക്കെ ചെയ്ത് വരുമ്പോഴേ ഈ ഏവിയറിക്കകത്ത് എന്തൊക്കെ സക്സസ് ആവും ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പോളിനേഷത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. വലിയ തേനീച്ചയും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലയെന്ന്. പക്ഷെ നമ്മുടെ പയറൊക്കെ കായ്ച്ചു. അത് എനിക്ക് വലിയ സന്തോഷം. നമുക്ക് മുകളിലോട്ടൊക്കെ പയർ പിടിച്ച് വരുന്നുണ്ട്. ഞാൻ വിചാരിച്ച് പയറൊന്നും പിടിക്കത്തില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ അത്യാവശ്യം എല്ലാം പിടിച്ച് വരുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. നമുക്ക് സക്സസ് ആയില്ലെങ്കിൽ അങ്ങ് സക്സസ് ആക്കി എടുക്കണം. നമ്മളങ്ങനെ വിട്ടു കൊടുക്കില്ല. പിന്നെ നമ്മുടെ പെറ്റ്യൂണിയ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ച വിത്തിട്ട് പൊടിപ്പിച്ച പെറ്റ്യൂണിയൊക്കെ ഫ്ലവർ ചെയ്ത് തുടങ്ങി. 2 ഏകദേശം ഒരേ കളർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.